ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ അതായത് മാധ്യമങ്ങളെ കണ്ടിരുന്നു, വാർത്താ സമ്മേളനം അല്ല, മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഈ അവന്തികയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രം സംസാരിച്ചിട്ട് പെട്ടെന്ന് പോവുകയായിരുന്നു. അപ്പോൾ ബാക്കി ഒരു വിഷയങ്ങളെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായിരിക്കും അതിന് പിന്നെ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് അവന്തിക അയച്ചു കൊടുത്ത ഒരു ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശം മാത്രമേ ഉള്ളൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികളെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തിയത്. പക്ഷെ അത് പാളിപ്പോവുകയാണ് ചെയ്തത്. കാരണം എത്രയോ നാളുകൾക്ക് മുമ്പ്, ഇന്നിപ്പോൾ 25 ഓഗസ്റ്റ് 2-ാം തീയതി എങ്ങാണ്ട് അയച്ച ഒരു ചാറ്റാണ് മാങ്കൂട്ടം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഓഡിയോ ഇതാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ശബ്ദത്തിൽ നമുക്കറിയാം, ന്യൂസ് 18 റിപ്പോർട്ടർ അവന്തികയായിട്ട് സംസാരിക്കുന്ന ഒരു സംസാരത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ആ സംസാരത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടോ, അതിങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പരാതി ഇല്ല എനിക്ക്, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, എന്ന് ഉള്ള മോശമായിട്ടുള്ള പരാതികളൊന്നും ഇല്ല എന്ന് പറയുന്നിടത്താണ് ആ ഓഡിയോ അവസാനിക്കുന്നത്. ആ ഓഡിയോ അപ്പം ഇതൊരു വ്യാജ വാർത്തയാണ് എന്ന്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാങ്കൂട്ടം ഇത്രയൊക്കെ മാധ്യമങ്ങളിലൊക്കെ സംസാരിച്ചിട്ടും ഇതൊക്കെയുള്ള വലിയ ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ള ആളല്ലേ. അപ്പോൾ മാങ്കൂട്ടത്തിന് മനസ്സിലായിക്കൂടെ അവർ ബൈറ്റ് കൊടുത്തത് അതിന് ശേഷമാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയുടെ ഫലമായിട്ടായിരിക്കാം അവർ പഴയ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവരിപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ ഒരു വെല്ലുവിളിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ചാറ്റ് പുറത്തു വിടൂ മാങ്കൂട്ടമേ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ടെലിഗ്രാം ചാറ്റിലെ മെസ്സേജുകളെല്ലാം തന്നെ വാനിഷിംഗ് മോഡിലാണ്. ഒരു തവണ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റില്ല. അതറിയില്ല, വൺ ടൈം വാച്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ മെസ്സേജുകളെല്ലാം അയച്ചത്. പക്ഷേ നിയമപരമായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ ആ ചാറ്റുകളെല്ലാം തന്നെ പോലീസിന്, സൈബർ സെല്ലിന് കൃത്യമായിട്ട് അത് വീണ്ടെടുക്കാൻ പറ്റുന്ന വിധത്തിലേ ഉള്ളൂ എന്നുള്ള കാര്യം മാങ്കൂട്ടം ഓർക്കണം എന്നാണ് അവന്തിക പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണാൻ വന്നു. വളരെ ബുദ്ധിമുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അദ്ദേഹം എത്രത്തോളം ഈ വാർത്തകൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്, മാനസികമായിട്ട് എത്രത്തോളം പിരിമുറുക്കത്തിലാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. വന്നു, സംസാരിച്ചു, ഈ തെളിവ് ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുത്തു, അടച്ചു വെച്ചു, അദ്ദേഹം കയറിപ്പോയി. പിന്നീട് ഒരു ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമില്ല, ഒരു ചോദ്യങ്ങളും കേൾക്കാനും അദ്ദേഹം നിന്നു കൊടുത്തില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാവും, മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഒരു MLA ആയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ചെറുപ്പത്തിൽ കിട്ടിയ ഒരു MLA സ്ഥാനമാണ്. ആ എന്താ പറയുക, കിട്ടിയ ഒരു MLA സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ, MLA ആകുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച് അവിടെ സ്ഥിര താമസമാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയതാണ്. ഇനിയിപ്പോൾ ആ ഫ്ലാറ്റൊക്കെ OLX-ൽ വാടക കൊടുക്കാൻ പറ്റുമായിരിക്കും തോന്നുന്നു. അപ്പോൾ OLX-ൽ കൊടുക്കാം. എന്നിട്ട് ഇനി സ്ഥിരമായിട്ട് വല്ല തുണിക്കച്ചവടമാണല്ലോ വേറെ ചെയ്യുന്നുണ്ടെന്ന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മാങ്കൂട്ടത്തിൻ്റെ വരുമാനം എന്ത് എന്ന് ചോദിച്ചപ്പോൾ കിഡ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് എനിക്കും കൂട്ടുകാർക്കും ചേർന്നിട്ട് എന്നാണ് മാങ്കൂട്ടം തൻ്റെ വരുമാന സ്രോതസ്സിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി സൂറത്തിലോ ഡൽഹിയിലോ ഒക്കെ പോയിട്ട് തുണികളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. ഓണക്കാലമൊക്കെയാണ് വരുന്നത്, നല്ല ചിലവുണ്ടാവും, അത് ചെയ്യാം. അതൊക്കെ ആയിരിക്കും ഇനി മാങ്കൂട്ടത്തിന് ഇനി ചെയ്യാനുള്ള വഴികൾ. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി എന്നുള്ളതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്, അംഗീകരിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം മാങ്കൂട്ടം ഈ ഒരു ഘട്ടത്തിൽ പല നേതാക്കളുടെയും പേര് പറയുമോ എന്ന പേടി നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല നേതാക്കന്മാരും ഇദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരാത്തത്, ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാവാത്തത് എന്നതാണ് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നത്. CPM പറഞ്ഞിട്ട് കാര്യമില്ല. CPM-നകത്ത് പറയുന്ന ഈ മുകേഷ് ആണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അഴിമതി, അത് മുകേഷൊക്കെ ബലാത്സംഗ കേസിൽ പ്രതിയൊക്കെയാണ്. അതോടൊപ്പം തന്നെ കടകംപള്ളിയുണ്ട്, ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനുണ്ട്. ശശീന്ദ്രൻ പിന്നെ ഘടകകക്ഷിയാണ്. എന്നിരുന്നാൽ പോലും CPM-ന് അത് പറയാനുള്ള, അത് മാത്രമല്ല ഗോവിന്ദൻ മാഷ് വന്നിട്ട് പറയുന്നത് ഇത് ധാർമ്മികതയുടെ പേരിൽ മുകേഷ് രാജിവെച്ചാൽ MLA സ്ഥാനം പോയാൽ പിന്നെ ഈ ധാർമ്മികത എവിടെ പോകും എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ ഗോവിന്ദൻ മാഷ് തന്നെ ഈ വിഷയത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് എടുത്ത ഈ നിലപാടിനോട് എനിക്ക് യോജിപ്പാണുള്ളത്. കാരണം കോൺഗ്രസ് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ആരും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം MLA ആണ്. ഇപ്പോൾ MLA ആയതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചാൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അപ്പോൾ ജനങ്ങളുടെ നികുതി പണമാണ് അതുവഴി പോകുന്നത്. കോൺഗ്രസ് അതിൽ നിന്ന് അവരുടെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു.
അതോടൊപ്പം തന്നെ ഇനി സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇനി രാജിവെക്കണമെന്ന് പറയുന്നതിനകത്ത് ഒരു ഒരു യുക്തിയുടെ ഒരു പ്രശ്നം കൂടി അവിടെ ഇനി ആരും രാഹുലിന്റെ രാജി ആവശ്യപ്പെടില്ല. അതിന് പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2ാം സ്ഥാനത്ത് BJP ആണ് പാലക്കാട്. രാജി ഒപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സീറ്റും കൂടെ പോയി BJPക്ക് ഒരു സീറ്റ് കിട്ടും അവിടെ ഇനിയിപ്പോ ആരെ മത്സരിപ്പിക്കും? ഒരു ഷാഫി പറമ്പലിനെ മത്സരിപ്പിക്കും. ഷാഫി പറമ്പലിനെ മത്സരിപ്പിക്കുമ്പോൾ മറ്റേ ചോദ്യം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെ പിന്നെ ഇവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൽറാമിനെ കൊണ്ടുപോയി VT ബൽറാമിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കണം. അപ്പൊ അടുത്ത തവണ ആര് തൃത്താല എന്നുള്ള ചോദ്യം വരും. ഇതൊക്കെ VT ബൽറാമിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിയാലും വിജയിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഇതിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, കോൺഗ്രസിന് തന്നെ അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അത് ഏത് തരത്തിൽ മുതലെടുക്കാമെന്ന് BJPക്കും അറിയാം, CPM-നും അറിയാം. സ്വാഭാവികമായിട്ടും അത് ആ സീറ്റിനെ അത് ബാധിക്കും. ഇനി പോലും ഇനി അടുത്ത 1 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ കറ അവിടുന്ന് മാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഈ 2 സ്ഥാനങ്ങളും രാജിവെപ്പിച്ചത്. അതായത് ഒന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു 6 മാസത്തേക്ക്, ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെപ്പിച്ചു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പും കൃത്യമായിട്ടുള്ള മേൽക്കോയി നേടിയിട്ട് ഭരണത്തിലെത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വലിയ തടസ്സമായി മാറും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയങ്ങളെല്ലാം തന്നെ. ഓരോ ദിവസവും ഓരോ ഓഡിയോ ക്ലിപ്പ് വരുമ്പോഴും ചങ്കിലടിയാണ് സതീശന്റെ ഒക്കെ. കാരണം എന്റെ ദൈവം, എന്റെ മുഖ്യമന്ത്രി കസേര അത് ഇനിയും കിട്ടൂലേ എന്നുള്ള കാര്യത്തിലാണ് അവർ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് മുൻകാലങ്ങളിൽ രാഹുൽ പ്രസംഗിച്ചതും മുൻകാലങ്ങളിൽ രാഹുൽ ഈ ചർച്ചകളിൽ ഇരുന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം നേരെ തിരിച്ചടിക്കാവുന്ന അത് ആ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ 6 മാസം കഴിയുമ്പോൾ എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് തന്നെ തിരിച്ചെടുക്കും എന്ന് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരും. ഇനിയുള്ള സാഹചര്യത്തിൽ വളരെ പാടായിരിക്കും. കാരണം ഇത്രയധികം ഒരു ആരോപണം ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയധികം വന്നിട്ടുള്ള ഒരു നേതാവ് ഒരുപക്ഷെ രാഹുൽ തന്നെ. അവിടെ വേറെ പ്രശ്നമുണ്ട് കേട്ടോ. അതായത് ഇവരാരും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. നിയമപരമായിട്ട് യാതൊരു പരാതികളുമില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ നടപടി. 6 മാസം കഴിയുമ്പം രാഹുൽ അഗ്നിശുക്തി വരുത്തി എന്ന് പറഞ്ഞ പോരെ. കാരണം അന്ന് ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ എവിടെ? അവരുടെ പരാതി എവിടെ? പരാതിയില്ല, ആർക്കും പരാതിയില്ല. അപ്പൊ ഇതെല്ലാം ഒരു വ്യാജ ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാഹുലിന് വീണ്ടും സ്ഥാനമാനം. AK ശശീന്ദ്രനൊക്കെ പിന്നീട് മന്ത്രിയായില്ലേ? അതെ. അതുപോലൊക്കെ വരാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ ഒരു ആദ്യത്തെ ഒരു ഹൈപ്പ് കഴിയുമ്പോൾ അടുത്ത വാർത്തകൾ വരുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഇത് പോകും. ഇപ്പൊ തന്നെ ഇപ്പൊ MV ഗോവിന്ദൻ മാഷിന്റെ മകനെതിരെയുള്ള PB കത്ത് വിവാദം സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ അത് കത്തി നിന്നൊരു സമയമായിരുന്നു. ആ സമയത്താണ് ഇത് വന്നത്. ഇത് മൊത്തം മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഇനിയിപ്പോ നാളെ വേറൊരെണ്ണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകും. രാഹുലിനെതിരെയുള്ള ആരോപണം ഈ വാർത്ത വരുന്നത് 2ാമത്തെ തവണയാണ്. ഈ മാസം ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തു. ഇപ്പൊ 2ാമത്തെ തവണയാണ് ഈ വാർത്തകൾ വരുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് എന്താവും, എങ്ങനെയാവും മാങ്കൂട്ടത്തിന്റെ ഭാവി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. മാങ്കൂട്ടത്തിനെ ഏത് രീതിയിൽ സ്വീകരിക്കുമോ, ഇനി തള്ളിക്കളയോ, എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.